ഞാൻ ചെറുതായിട്ടൊക്കെ യോഗ ചെയ്തിരുന്ന ആളാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ അതിൻ്റെ കറക്ഷൻസ് ഏതൊക്കെയാണെന്നുള്ള എനിക്കൊരു ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു ഇത് പറയുകയാണെങ്കിൽ ഒരു പൂർണ്ണത, ഒരു പെർഫെക്റ്റ്നെസ് ഇവിടുത്തെ ആ യോഗയിൽ കാണുന്നുണ്ട്. അതൊരു വലിയ കാര്യമാണ്. നമുക്ക് എവിടെയൊക്കെ ആ പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങളുണ്ട് പൂർണ്ണതയിലേക്ക് എത്തിക്കാനുള്ള ഒരു. പിന്നെ ഞാൻ 1-2 ക്ലാസ് അറ്റൻഡ് ചെയ്തില്ല, അതിൻ്റെ ഒരു ചെറിയൊരു കുറവും കൂടി ഉണ്ട്. പിന്നെ ഇന്നത്തെ ക്ലാസ് നമ്മളിതൊക്കെ എന്തിനാണ് ചെയ്യണമെന്നുള്ള ആ ഒരു കാര്യം അതിലേക്ക് നമ്മളെ എത്തിച്ചിട്ടുണ്ട്. നമ്മുടെ ലക്ഷ്യം അതെന്താണ്? അത് ആനന്ദമാണ്. അതിലേക്ക് എത്താനുള്ള അത് ശരിക്ക് യോഗ ചെയ്തു കഴിഞ്ഞാൽ അത് കിട്ടും. എൻ്റെ ഒരു അനുഭവം പറയട്ടെ. ഇവിടെ ഞാൻ ഓഫീസിൽ ഞാൻ തിരുവനന്തപുരത്തായിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് രാവിലെ ഇത്തിരി സമയം കിട്ടും. പരമാവധി ഒരു 1-1.5 മണിക്കൂർ ഞാൻ യോഗ ചെയ്തിട്ടാണ് ഓഫീസിലേക്ക് ചെല്ലുന്നത്. അപ്പോൾ ഒരാളെന്നോട് ഒരു സ്മിതേഷ് എന്ന് പറഞ്ഞ ഒരു സ്റ്റാഫ് എന്നോട് ചോദിച്ചു, നിങ്ങൾ വളരെ സ്മാർട്ടായിട്ടാണല്ലോ വരുന്നത്. എനിക്കിപ്പോൾ 66 വയസ്സായി. അപ്പം ഞാൻ പറഞ്ഞ് അതിനുള്ള കാരണം യോഗയാണ്. ആ യോഗയിൽ നിന്ന് കിട്ടിയിരിക്കുന്നതാണത്. അപ്പോൾ അതുകൊണ്ട് യോഗയ്ക്ക് അതിൻ്റേതായിട്ടുള്ള വളരെ വളരെ ഉയർന്ന തലങ്ങളുണ്ട്. അത് നമ്മൾ കുറച്ചൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാലും ആ വലിയ തലങ്ങളിലേക്ക് എത്താൻ ഉള്ള ഒരു ശ്രമമാണ്. അത് യോഗ ഇങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കും. അതിൻ്റെ എവിടെയൊക്കെയാണ് കുറവുകളെന്നത് ഇതിങ്ങനെ പഠിച്ചാലും ഇതിനൊരു വലിയ പർവ്വതം പോലെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം.